മാർച്ച് 19 ഫാദേഴ്സ് ഡേ. കാരണം ഇത് യൗസേപ്പിതാവിൻ്റെ തിരുനാളാണ്. തനിക്കേൽപ്പിച്ച അമ്മയെയും പുത്രനെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ഏറ്റെടുത്ത് ജീവിച്ചവനാണ് ജോസഫ്. അവൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ദൈവപുത്രൻ ഈശോ അപ്പം ഭക്ഷിച്ചു. ന്യൂത്രിത്തോർ ദോമിനി, ദൈവത്തെ ഊട്ടിയവൻ. ഉറക്കളച്ചുള്ള യാത്രകൾ, അറിയാവുന്ന നാടുകളിലെ പ്രവാസം. മരപ്പണി ചെയ്ത് ഉറച്ച അവൻ്റെ കൈക്കരുത്തിൻ്റെ സംരക്ഷണയിൽ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു. സുവിശേഷങ്ങളിൽ ഒരു വരി വർത്തമാനം പോലും കുറിക്കപ്പെടാതെ നിശബ്ദനായി മടങ്ങി. ഈശോയ്ക്ക് ദൈവപിതാവിൻ്റെ ഭൂമിയിലെ നിഴലായിരുന്നു ജോസഫ്. അങ്ങനെ തന്നെയാണല്ലോ എല്ലാ അപ്പന്മാരും. അവരുടെ സ്വപ്നത്തിലും നമ്മളായിരുന്നു. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അവർ നമുക്ക് അന്നം തന്നു. 10 മാസം ചുമന്ന കണക്ക് പറയാൻ അവർക്കില്ല. പ്രസവമുറിക്ക് പുറത്തെ അവരുടെ വേദന കണക്കിലില്ല. വിളമ്പിത്തന്നതിൻ്റെയും താരാട്ട് പാടിയതിൻ്റെയും ഓർമ്മകളിലും അവരില്ല. അവരുടെ കോപം കണ്ണുനീരായിരുന്നു. രാത്രി വൈകി വന്നത് സ്നേഹക്കുറവല്ലായിരുന്നു, വിലക്കുകളൊക്കെ കരുതലായിരുന്നു. ആയുസ് മുഴുവൻ പണിത് തളർന്നിട്ടും ജീവിത സായാഹ്നങ്ങളിൽ പരാതി കുറേ കേൾക്കുന്നുമുണ്ടവർ. ചിട്ട പോരാ, വൃത്തി പോരാ, സമ്പാദിച്ചത് പോരാ. ജീവിത സുവിശേഷങ്ങളിൽ ജോസഫുമാർ ഇന്നും നിശബ്ദരാണ്. പക്ഷേ വളർന്നപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ആ സ്നേഹം, ത്യാഗം. ഒരാൾ ആയുസ്സിൽ മെല്ലെ തിരിച്ചറിയുന്ന മധുര നെല്ലികയാണ് അപ്പൻ. എൻ്റെ ജീവിതത്തിന് തണൽ തന്ന ദൈവത്തിൻ്റെ നിഴൽ. ഹാപ്പി ഫാദേഴ്സ് ഡേ.